ആഗോള പ്രതിരോധ രംഗത്തെ അമ്പരപ്പിച്ചുകൊണ്ട് വ്ളാഡിമിർ പുടിന്റെ ഭാഗത്തു നിന്നും അപ്രതീക്ഷിത പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ വ്യോമാതിർത്തികൾ കൂടുതൽ കരുത്തുറ്റതാക്കാൻ റഷ്യയുടെ ഏറ്റവും അത്യാധുനിക 5ാം തലമുറ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് പൂർണ്ണമായി കൈമാറാമെന്ന വമ്പൻ ഓഫർ. അതിർത്തികളിൽ പുതിയ തലമുറ വിമാനങ്ങൾ വിന്യസിച്ച് ചില അയൽ രാജ്യങ്ങൾ വ്യോമ മേധാവിത്വത്തിന് ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ആഗോളതലത്തിൽ നടത്തുന്നത് അതിശക്തമായ തന്ത്രപ്രധാന നീക്കങ്ങളാണ്. എന്നാൽ റഷ്യയുടെ പുത്തൻ ഓഫർ സ്വീകരിച്ചാൽ ഇത് ഇന്ത്യയുടെ സ്വന്തം തദ്ദേശീയ പ്രോജക്റ്റുകളെ ബാധിക്കുമോ? കൃത്യമായ വിശകലനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. ഈയിടെ നടന്ന സെന്റ് പീറ്റേഴ്സ്ബർഗ് അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യക്ക് മുന്നിൽ ഈ സുവർണ അവസരം വെച്ചത്. സുഖോയ് 57 Su-57 എന്ന 5ാം തലമുറ വിമാനത്തിന്റെ സംയുക്ത ഉൽപാദനവും സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റവുമാണ് റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മുൻപ് 2018 സമാനമായ ഒരു പദ്ധതിയിൽ നിന്ന് ചില സാങ്കേതിക തർക്കങ്ങൾ കാരണം ഇന്ത്യ പിന്മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് റഷ്യയുടെ പുതിയ സാമ്പത്തിക വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അത് ലഭിച്ചാൽ ഉടൻ വ്യോമസേനയുടെ മുന്നിലേക്ക് ഈ വലിയ പ്രപ്പോസൽ എത്തും എന്നത് എടുത്തു തന്നെ പറയണം. എന്നാൽ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന വശം ഒളിഞ്ഞിരിക്കുന്നത്. കേവലം ഒരു വിമാനം വാങ്ങുന്നതിനപ്പുറം ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണോ ഈ ഒരു ഓഫർ? നമുക്ക് ആഴത്തിൽ തന്നെ പരിശോധിക്കാം. നിലവിൽ ഏഷ്യൻ മേഖലയിലെ വ്യോമശക്തിയുടെ തുലനാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്ത് ചൈന തങ്ങളുടെ J-20 വിമാനങ്ങളുടെ എണ്ണം അതിവേഗം വർദ്ധിപ്പിക്കുന്നു. ടിബറ്റിലെ ഷിഗാറ്റ്സെ എയർബേസിൽ ചൈന 5ാം തലമുറ വിമാനങ്ങൾ വിന്യസിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് സിക്കിം അതിർത്തിക്കും തന്ത്രപ്രധാനമായ സിലിഗുരി കോറിഡോറിനും തൊട്ടടുത്താണ്. കൂടാതെ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് J-35 വിമാനങ്ങൾ സ്വന്തമാക്കാൻ നീക്കങ്ങൾ നടത്തുന്നുമുണ്ട്. അന്താരാഷ്ട്ര പ്രതിരോധ പഠന കേന്ദ്രങ്ങളുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യക്ക് നിലവിൽ അനുവദിക്കപ്പെട്ടതിലും കുറവ് സ്ക്വാഡ്രണുകൾ മാത്രമാണുള്ളത്. ഈ ആകാശ കമ്മിയെ മറികടക്കാൻ 5ാം തലമുറ വിമാനങ്ങൾ അടിയന്തരമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകേണ്ടതുണ്ട്. പ്രതിരോധ ഡേറ്റാബേസുകൾ പ്രകാരം ആകാശ മേധാവിത്വം ഉറപ്പാക്കാൻ തക്ക അത്യാധുനിക സവിശേഷതകളുള്ള ഒന്നാണ് സുഖോയ് 57. റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത അത്യാധുനിക സാങ്കേതിക വിദ്യ, അതായത് സ്റ്റെൽത്ത് ടെക്നോളജി, അത്യാധുനിക സെൻസർ ഫ്യൂഷൻ, ആക്റ്റീവ് ഫേസ്ഡ് അറേ റഡാർ എന്നിവ ഇതിന്റെ പ്രത്യേകതയാണ്. ഒപ്പം ആഫ്റ്റർ ബേണറുകൾ ഉപയോഗിക്കാതെ തന്നെ ശബ്ദത്തേക്കാൾ ഇരട്ടി വേഗതയിൽ, അതായത് മാക് 2 വേഗതയിൽ ദീർഘദൂരം സഞ്ചരിക്കാൻ ഇതിന് സാധിക്കുമെന്നതാണ്. 1500 കിലോമീറ്ററിലധികം ദൂരം പരിധിയുള്ള ഇതിന്റെ പ്രത്യേക ഡിസൈൻ വായുവിൽ അസാധ്യമായ ചലനങ്ങൾ സാധ്യമാക്കുന്നതാണ്. കൂടാതെ ഇതിന്റെ ഇരട്ട ഇരിപ്പിടമുള്ള വകഭേദം ഭാവിയിലെ തദ്ദേശീയ ഡ്രോൺ സാങ്കേതിക വിദ്യകളെ ആകാശത്തിരുന്ന് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു കമാൻഡ് പ്ലാറ്റ്ഫോമായി പ്രവർത്തിപ്പിക്കാനും ശേഷിയുള്ളതാണെന്ന് മനസ്സിലാക്കണം. നിലവിൽ ആഗോള വിപണിയിൽ അൾജീരിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ വിമാനത്തിനായി കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇത്രയും വലിയ സവിശേഷതകൾ ഉണ്ടെങ്കിലും ഇന്ത്യ ഈ വിമാനം കണ്ണടച്ച് വാങ്ങാൻ തയ്യാറാകാത്തതിന് പിന്നിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കൃത്യമായ ചില ദീർഘവീക്ഷണങ്ങളുണ്ട്. അതെന്താണെന്ന് സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. ഇന്ത്യയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത അഥവാ ആത്മനിർഭർ ഭാരത് തന്നെയാണ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ AMCA അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പദ്ധതി അതിവേഗം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് സുഖോയ് വിമാനങ്ങൾ വാങ്ങിയാൽ അത് നമ്മുടെ തദ്ദേശീയ പ്രോജക്റ്റിനുള്ള ഫണ്ടിങ്ങിനെ ബാധിക്കുമോ എന്ന ആശങ്ക പ്രതിരോധ വിദഗ്ധർക്കുണ്ട് എന്നതും എടുത്തു തന്നെ പറയണം. മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ റഷ്യയുടെ ഉൽപാദന ശേഷിയാണ്. നിലവിലെ ആഗോള സാഹചര്യങ്ങൾ കാരണം റഷ്യയ്ക്ക് ആവശ്യമായ എണ്ണത്തിൽ ഈ വിമാനങ്ങൾ കൃത്യസമയത്ത് നിർമ്മിച്ചു നൽകാൻ സാധിക്കുമോ എന്നതിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. കൂടാതെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയം എന്നത് ഒരൊറ്റ രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ ഫ്രാൻസ്, US, ഇസ്രായേൽ തുടങ്ങിയ വികസിത രാജ്യങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യകൾ തന്ത്രപരമായി വൈവിധ്യവൽക്കരിക്കുക എന്നതും കൂടിയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇന്ത്യ റഷ്യയിൽ നിന്നും പ്രതിരോധ ഇറക്കുമതി കുറയ്ക്കുകയും തദ്ദേശീയ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകുന്ന കാര്യവുമാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അതിർത്തിയിലെ താൽക്കാലിക വെല്ലുവിളികൾ നേരിടാൻ സുഖോയ് 57 ഒരു മികച്ച പരിഹാരമാണെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്വന്തം സാങ്കേതിക വിദ്യയെ വളർത്തുക എന്നതിനാണ് രാജ്യം മുൻഗണന നൽകുന്നത്. ശക്തമായ നേതൃത്വത്തിന് കീഴിൽ ആഗോള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഭാരതം കൈക്കൊള്ളുന്ന ഓരോ തീരുമാനവും രാജ്യത്തെ ഒരു ആഗോള പ്രതിരോധ പവർ ഹൗസാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഭാരതത്തിന്റെ ഈ മാസ് തന്ത്രപ്രധാനമായ നീക്കത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.